സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു, നിങ്ങളും അവിടെ നന്നായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കലവറ നോക്കുകയാണെങ്കിൽ പഴം, അതുപോലെ തന്നെ മുട്ട, പഞ്ചസാര, പീനട്ട് ബട്ടർ തന്നെയല്ലേ, പീനട്ട് ബട്ടർ, അങ്ങനെ കുറേ അധികം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു മധുരമുള്ളതായിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഡിഷാണെന്നാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഷെഫിനെ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ വേറൊരു അടിപൊളി സ്ഥലത്താണുള്ളത്. നമ്മുടെ ചെറായിലുള്ള ചെറായി ബീച്ച് റിസോർട്ടിൽ നിന്നാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേക്കേഷന് വരാൻ, ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സ്റ്റേക്കേഷന് വന്ന് നിൽക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയയാണ്. അതുപോലെ തന്നെ ഈ ബീച്ച് റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ചെറായി ബീച്ച് ഉള്ളത്, കടലുള്ളത്. അപ്പം നല്ല വ്യൂ ഒക്കെ ആയിട്ട് നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാനാണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് സെലിബ്രേഷൻസും നമുക്കിവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങിലോട്ട് ഇന്ന് ഇത്രയും പ്രകൃതി രമണീയമായ ഭംഗിയോട് കൂടിയാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് നമ്മുടെ ഷെഫിനെ വിളിച്ചാലോ. നമ്മുടെ ഷോയിൻ്റെ എല്ലാമായിട്ടുള്ള നമ്മുടെ മാജിക് ഷെഫ്, ഡാൻസിലാണെങ്കിൽ ഡാൻസ്, പാട്ട്, അങ്ങനെ എല്ലാ രീതിയിലായിട്ട് നമ്മുടെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ട് നമ്മുടെ ഷെഫിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് നാളെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിക്കുക കഴിപ്പിക്കുക, നമ്മുടെ ആദ്യത്തെ ദിവസം തൊട്ടുള്ള ടാഗ് ലൈൻ ആണ് അത്. ഞാനും അങ്ങോട്ട് എടുത്തു, ഷെഫിന്റെ അടുത്തും ഞാനത് അങ്ങോട്ട് എടുത്തു. അതിങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, കഴിക്കുക കഴിപ്പിക്കുക. അതെ, നല്ല കണ്ടോ, അവിടെ തന്നെ നമ്മൾ നിൽക്കുന്നതിന്റെ സൈഡിൽ തന്നെ സ്വിമ്മിംഗ് പൂളും അതുപോലെ ഫുൾ ഒരു എസ്തെറ്റിക് ആയിട്ടല്ലേ, നല്ല നല്ല രസമായിട്ടുണ്ട്. എന്താണ് പരിപാടി? അത് ഞാൻ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത്. ഷെഫ് ആയതുകൊണ്ട് ഇനി ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കുന്നത് എനിക്കൊരു ഐഡിയയും കിട്ടണില്ല. അതെ, ഏത്തക്കയൊക്കെ പുഴുങ്ങി അങ്ങനെ എന്തെങ്കിലും പരിപാടിയാണോ? വിളിക്കണം. അപ്പൊ ഇന്നത്തെ സെലിബ്രിറ്റീനെ പറ്റി പറയുകയാണെങ്കിലുണ്ടല്ലോ, നമ്മള് എത്രയോ 300-ൽ പരം സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. എത്രയോ കാലമായിട്ടിട്ട് എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും കൂടെ നമ്മൾ 300+ മൂവീസാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ നമ്മളെ ചെറുപ്പം മുതൽ തന്നെ ഒത്തിരി അധികം ചിരിപ്പിച്ചിട്ടുള്ള, നമ്മൾക്ക് ഒത്തിരി അധികം പരിചിതമായിട്ടുള്ള, നമുക്ക് വിളിച്ചാലോ. സോ ലെറ്റ്സ് ഇൻവൈറ്റ് നമ്മുടെ സ്വന്തം നാരായണൻകുട്ടി ചേട്ടനാണ്. നമസ്കാരം ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറായി വന്നില്ലേ? അടിപൊളി. ഇപ്പൊ ഏതൊക്കെ സിനിമയിലാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ ഒരു പടം ഹോ പ്രേമാന്നൊരു പടം ചെയ്യുന്നു, മഹേഷാണ് നായകൻ. പിന്നെ 1-2 പടത്തിൽ പറഞ്ഞിട്ടുണ്ട്. പടത്തിന്റെ പേര് അവര് പറഞ്ഞാലേ നമുക്കറിയാം. ഇപ്പൊ എത്ര വർഷമായി ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്? ഞാൻ 1 മുതൽ 0 വരെ ആദ്യമായിട്ട് ചെയ്ത പടം. ഞാൻ ജനിച്ചിട്ടില്ല. 1986 അല്ലേ? 89 അത്രേ ഉള്ളൂ. ജനിച്ചിട്ടാവില്ല അല്ലേ? ഞാൻ ജനിച്ചിട്ടില്ല. അവര് ജനിച്ചിട്ടുണ്ട്. ലാൽ സാറിന്റെ പടം നല്ല പടം. ഈ കോമഡി ക്യാരക്ടേഴ്സ് ഒക്കെ ആണല്ലോ ചെയ്യുന്നത്. ഈ മിമിക്രിയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണോ? ഞാൻ കലാഭവനിൽ മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ഒരുപാട് കാലം കലാഭവനുണ്ടായിരുന്നു. കലാഭവനിൽ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. എന്നെ ആദ്യം റെക്കമെൻഡ് സൈനുദ്ദീനാണ്. ഈ 1 മുതൽ 0 വരെ. രഘുനാഥ് പലേരിയാണ് അതിന്റെ ഡയറക്ടർ. അതിനകത്ത് റെക്കമെൻഡ് ചെയ്തതാണ്. ഓക്കെ ചേട്ടാ, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെഫ് ഇവിടെ ഇത് ഡിഷ് ഉണ്ടാക്കും, അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ ഉണ്ടാക്കണം സെയിം. അപ്പം ഷെഫ് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പൊ അവസാനം ഗപ്പുണ്ട്. പക്ഷെ ചേട്ടനാണ് ഗപ്പല്ല ഉള്ളത്. ഷെഫ് ഇവിടെ നമ്മുടെ കൂടെയുള്ള ആളായതുകൊണ്ട് ചേട്ടനാണ് ഗപ്പുള്ളത്. ഓക്കെ, ഇത് ആവശ്യമില്ലല്ലോ ഇപ്പൊ. എന്താണ് നമ്മുടെ ഡിഷിന്റെ പേര്? നമ്മുടെ ഓഡിയൻസിനോട്, പ്രേക്ഷകരോട് പറയണ്ടേ? ഇത് ബനാന ഫ്രിറ്റേഴ്സ് വിത്ത് പീനട്ട് ബട്ടർ. ബനാന ഫ്രിറ്റേഴ്സ് വിത്ത് പീനട്ട് ബട്ടർ. പഴംപൊരി വിത്ത് പീനട്ട് ബട്ടർ, അങ്ങനെയും പറയാം. പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ കപ്പലണ്ടി അരച്ചത്. ചേട്ടന് ഇവിടെ എന്തൊക്കെയാണോ ഷെഫ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യണം. അല്ല, നമ്മൾ ഒരേ സമയത്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താ അടുത്ത മിമിക്രി ചെയ്തോട്ടെ. ഒന്ന് ചോദ്യം ഉത്തരവൊന്നുമില്ല, തീർന്നിട്ട് നമ്മൾ തിരിഞ്ഞു പോകും.
മുട്ടയിട്ട കോഴി. ഓക്കെ, മുട്ടയിട്ട കോഴി അല്ലെ, കോഴിയിട്ട മുട്ടയല്ല. സംഭവം. അപ്പൊ ആദ്യം നമ്മൾ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം 2 മുട്ട. അപ്പൊ 2 മുട്ട നമ്മൾ പൊട്ടിച്ചിട്ടു. അതിന് മുകളിലേക്ക് നമ്മൾ മൈദ ആഡ് ചെയ്യണം. മൊത്തം ആഡ് ചെയ്തു. മൊത്തം ആഡ് ചെയ്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, എന്നിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് അത് ഉപ്പ് ഇട്ടു, പിന്നെ മിക്സ് ചെയ്യണം. അതൊന്ന് മിക്സ് ചെയ്തതിന് കുറച്ചൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പഞ്ചസാര ഇട്ടില്ല. പഞ്ചസാര ഇടുന്ന ഞാൻ കണ്ടില്ല. എന്നാ ചേട്ടാ ശ്രദ്ധിച്ചോളാം കേട്ടോ. ഈ കുട്ടി പറയുന്ന ഒന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് പിന്നെ ഇത് വീട്ടിൽ ചെന്നിട്ട് വൈഫ് എന്നെ ചീത്ത വിളിക്കരുത്. എന്തോ പഠിപ്പിച്ച് വിട്ടേന്ന് അവിടെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലല്ലേ ഒഴിച്ചത്? തേങ്ങാപ്പാലല്ലേ ഒഴിച്ചത്? പാല്, പശുവും പാല്. പശുവും പാലും. ഓക്കെ, പാലാണ് ഒഴിച്ചത്. വെക്കട്ടെ. അപ്പൊ നമ്മൾ ആദ്യം എന്തൊക്കെയാ പഴം പുഴുങ്ങാൻ വെച്ചതിന് ശേഷം പിന്നെ മുട്ട പൊട്ടിച്ചിട്ടു. അതിന് മുകളിലേക്ക് പഴം വെച്ചതിന് ശേഷം പുഴുങ്ങാൻ പഴം വെച്ചതിന് ശേഷം അങ്ങനെ പറയണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പഴം പുഴുങ്ങാൻ വെച്ചതിന് ശേഷം എന്ന് പറയില്ല നമ്മള്. അങ്ങനെ പറയില്ല ചേട്ടാ. അങ്ങനെ പറഞ്ഞ അതൊക്കെ പറയുന്നത്. ഈ പഴവും പുഴുങ്ങലും ഉണ്ടായാൽ മതി. അതെ, രണ്ടും ഉണ്ടായാൽ മതി. പുഴുങ്ങാൻ വെച്ച പഴം, അതിന് ശേഷം നമ്മൾ 2 മുട്ട പൊട്ടിച്ചിട്ടു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ മൈദ ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പാൽ ഒഴിച്ചു. അങ്ങോട്ട് അങ്കിളും ഇങ്ങോട്ട് ആന്റിയാണ്. പിന്നെ ആന്റി ക്ലോക്ക്വൈസ്. അതെ, ഓക്കെ. നമ്മുടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ഇത്ര മതി, കുറച്ചുകൂടെ വെക്കണ്ട. ഷെഫ് കുറച്ചുകൂടെ നല്ല പഴുത്തതാണ് എടുത്തത്. അതെ അതെ അതെ, ശരി. അതെ, മനോഹര കളറല്ല, മഞ്ഞ കളറാണ്. മനോഹരന്റെ കളർ വേറെ അല്ലേ? അപ്പൊ നമ്മള് ആ ഏത്തക്ക പുഴങ്ങി വരുന്നത് കാരണം താങ്കൾ ഡിലേ ആയിട്ട് ഓടുക. ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ എന്തായാലും. അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് പഴയ കാലഘട്ടങ്ങളിൽ നിന്നും താങ്കൾ ഓർത്തെടുക്കുന്ന 2 വരി പാട്ട്. പഴയ കാലത്ത് ഞാനുണ്ടായ രാവണന്റെയും രാമന്റെയും കാലം വേണ്ട. അല്ല, അതെനിക്ക് ഓർമ്മയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓർമ്മയുണ്ട്, അത് ഓർമ്മയില്ല. നോക്കാം നമുക്ക്. നോക്കാം. இந்த பச்சை கிளிக்கொரு செவ்வந்தி பூவிதழ் தொட்டிலை கட்டி வைத்தேன், நான் அதில் அன்னச்சிறகினை மெல்லன இட்டு வைத்தேன், நான் யாரோ உன்னை தாலாட்ட இன்னுം யாரோ വന്ന് പാരാട്ട. ഇത് നമ്മുടെ കണ്ണദാസ് എഴുതിയ കവിതയാണ്. അടിപൊളി. അടിപൊളി. ഇനിയിപ്പോ അതിന് കുഴക്കാൻ കുഴപ്പമില്ല. കൊച്ചിനെ കൊടുത്തോളാന്ന്. തീരെ ചെറിയ കുട്ടിക്ക് ഇവിടെ ഇവിടെയും കുഴക്കാന്ന് പറയുന്നത്. പക്ഷെ ഞെവിടുക എന്ന് പറയുന്നത് സുഖം. കുഴക്കാന്ന് പറയുന്നതല്ല ചേട്ടാ, കുഴക്കാന്ന് പറയുന്നത് ഞെവിടുക ചവിടത്തിട്ട് അടിക്കണോ അല്ലേ? എന്തോ ഒരു അപാകത. മനസ്സിലാവാതെ അല്ല, നമ്മുടെ കേരളത്തിലെ പല സ്ഥലത്തും പല ഞവടിയാണെന്ന് വിചാരിക്കോ? അങ്ങനെ ഞവടിന്നൊക്കെ വിചാരിച്ചോ? പിന്നെ ഒന്നുകൂടി ഉടയട്ടെ. ഉടയ്ക്കാതെ പഴയ തമിഴ് പാട്ട് പാടി നിർത്തിയതാണ്. താങ്കളുടെ കൂടെ അശോകൻ? അല്ല, കലാപടി എൻ്റെ കൂടെ ആയിരുന്നു. അതിനുശേഷം വേറെ ബാച്ചായിരുന്നു. ഞാൻ കലാപല് വരുന്നതിന് മുമ്പ് അശോകനൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷമാണ് ഞാൻ കലാപലിൽ വന്നത്. ജയറാമിന്റെ ഒപ്പമാണ് ഞാനും വന്നത്. അപ്പോൾ ദുബായ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതലും ടെലിവിഷൻ പ്രോഗ്രാംസ് ഉണ്ട്. ഒരുപാട് ടെലിവിഷൻ ഷോസ് ആണോ കൂടുതൽ ഇഷ്ടം? സിനിമ
അല്ല എല്ലാം ഇഷ്ടമാണ്, കലാകാരനെല്ലാം കലയ്ക്ക് ഭാഗമാവുന്ന എല്ലാം ഇഷ്ടമല്ലേ. ആണ്. ആ സിനിമയും ഇഷ്ടമാണ്, സ്റ്റേജ് പരിപാടിയും ഇഷ്ടമാണ്, ഇതേപോലത്തെ ഈ പരിപാടിയും ഇഷ്ടമാണ്. ഈ പരിപാടി ഇതാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് കഴിച്ചിട്ട് പോകുമ്പോൾ കഴിച്ച് സന്തോഷമാവും. അല്ലേ? അരിപ്പൊടി ഇട്ടായിരുന്നോ അതിന് ലാസ്റ്റ്? ഇത് അരിപ്പൊടി ആയിരുന്നല്ലേ നമ്മൾ ആഡ് ചെയ്തത് അല്ലേ? അല്ലേ? അതെ അല്ലേ? ഭയങ്കര കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഇട്ടെ. ആയിട്ടോ ആ മതിയോ ഉണ്ടാക്കണ. ശരി ഓക്കെ, അപ്പൊ ഒന്ന് നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാം എന്തൊക്കെയാണ് ഇപ്പൊ ഇതുവരെ ആഡ് ചെയ്തതെന്ന്. ശ്രദ്ധിക്കട്ടെ. നമ്മള് പഴം പുഴുങ്ങിയത് നന്നായിട്ട് ഞെവടിയതിന് ശേഷം ഷെഫിന്റെ ഭാഷയിൽ അങ്ങോട്ട് പറയാം നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങോട്ട് അതെ ഞെവടി കുഴച്ചതിന് ശേഷം അതിന്റെ അകത്തേക്ക് നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഞെവടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഷെഫിന്റെ ലെവലിലേക്ക് നമ്മൾ ആ ലെവലിലേക്ക് നമ്മളും അല്ല. ചേട്ടൻ പ്രകാശ് കുറച്ചുകൂടെ ഇങ്ങനെ ന്യൂട്രൽ ആയിട്ടല്ല നിക്കുന്നത്. ചേട്ടൻ ന്യൂട്രൽ ആയിട്ടാണ് നിക്കുന്നത്. അല്ല അതിന്റെ അല്ല, നമുക്ക് അറിയാവുന്ന കാര്യത്തിൽ നമ്മൾ ഇടപെട്ടാ പോരെ. അറിയാത്ത കാര്യത്തിൽ ഇടപെട്ട് നമ്മൾ ചമ്മണ്ട കാര്യമുണ്ടോ? എനിക്കല്ല, ഈ കുട്ടിക്ക്. പീനട്ട് ബട്ടർ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടെണ്ണമായിട്ട് എടുക്കാനോ നമുക്ക്? അല്ല എനിക്കിത്തിരി മനസ്സിലാതെ ചൈന പോയിട്ടില്ല, ചൈനയുടെ പടം കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ട്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗപർണിക കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഇത് കർഷകരിൽ നിന്ന് നേരിട്ട് നാളികേരം എടുത്തിട്ട് സൾഫേറ്റ് ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ ആധുനിക ഡ്രയറിൽ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി എണ്ണയാണ്. നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഓഫ് ചെയ്യട്ടെ. ഇത്രയും ഇങ്ങനെ കാഞ്ഞുപോയ തീ ഒന്ന് എടുത്ത് ഒഴിച്ചോളായിരുന്നു. അല്ലേ? എണ്ണ കാഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുക്ക് വെയർ എന്ന് പറയുന്നത് ഷെഫ്ലയുടെ ട്രൈപ്ലൈ കുക്ക് വെയർ ആണ്. അപ്പൊ ഇതിൽ 3 ലെയേഴ്സ് ഉണ്ട്. നടുക്കത്തെ ലെയർ ആയിട്ടാണ് അലൂമിനിയം വരുന്നത്. അതുകൊണ്ട് തന്നെ കെമിക്കൽസ് ഒന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്. അതുപോലെ എല്ലായിടത്തേക്കും ഈക്വലി ആണ് ഹീറ്റ് പോകുന്നത്. നമുക്കിത് അവനിലും ഇൻഡക്ഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കടന്നാലോ? അപ്പം പഴം നമ്മൾ ഓൾറെഡി അതിനകത്തേക്ക് പീനട്ട് ബട്ടർ വെച്ചിട്ട് ബോളാക്കി ഇത് നമ്മുടെ അരിപ്പൊടിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ നമ്മൾ സൈഡിലാക്കി ബോൾസ് ആക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് നമ്മൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി അടുത്തതാണ്. ഓക്കേ, ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ഒന്ന് മുക്കിയിട്ട് ഇങ്ങോട്ടേക്ക് ഇടാൻ പോണേ. ഇത് ചൂടാക്കട്ടെ. തീ കുറച്ച് വെക്കട്ടെ. ഇത് മതിയല്ലേ? ഇനി മുക്കണ്ടല്ലേ? ഇനി മുക്കണോ? ഇല്ല, ഞാനേ മുക്കി വെക്കാം. ഇപ്പൊ ഞാൻ മുക്കില്ലാന്ന് വിഷമം വേണ്ട. ഓക്കെ, ഇത് ഒരുപാടല്ലേ? കല്ലേല കുട്ടി പിടിച്ചതേ. അത് കഴിക്കുന്നത് കുറച്ച് മുമ്പ്. അത് എപ്പോഴും ഞാൻ എപ്പോഴാണ് ഉണ്ടാക്കുന്നത്. ഇട്ടോട്ടെ എന്റെ കൃഷ്ണ. വായിലൊച്ച മാത്രമേ ഉള്ളൂ, അവിടെ വെച്ചില്ല. നമ്മള് റെഡിയാക്കി വെച്ചിട്ടുള്ള മിശ്രിതത്തിൽ മുക്കി എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഇടുന്നുണ്ട്. നോക്കി കണ്ട, അത് നമ്മളെ തെറ്റിക്കണം. ശരി, അതാ ഞാനിപ്പോഴാണ് കാണുന്നത്. കരിയണം എടുത്തോളാം കേട്ടോ. അല്ല, നമ്മളെന്തിനെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഇട്ടോട്ടെ. റെഡി. പിന്നെ ചേട്ടാ, പണ്ട് ഇപ്പൊ നമ്മളുടെ കുറെ ഇങ്ങനെ ഷോസ് ഉണ്ടല്ലോ, റിയാലിറ്റി ടെലിവിഷൻ ഷോസ് ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ പണ്ട് ഭയങ്കരമായിട്ട് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു മലയാളി ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ അകത്ത് ചേട്ടനൊരു ഭാഗമായിരുന്നല്ലോ. എന്നിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഷോ എന്തോ സാങ്കേതിക കാരണങ്ങളാണ്.
അല്ലല്ല ആ ഷോ ഇങ്ങനെയൊക്കെ ഇവിടെ സംസാരം നമ്മൾ എന്തെങ്കിലും പറയുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ എന്തെങ്കിലും പറഞ്ഞാലേ അതൊരു ഗുണമുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ രണ്ടുപേരും വെറുതെ പിന്നെ എന്താണെങ്കിലും വിവരം ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ ഒട്ടും ബുദ്ധിയുമില്ല. സ്വന്തം പറഞ്ഞാ എനിക്ക് ഇങ്ങനെയാണെന്ന് എന്നോട് പറയായിരുന്നു. അപ്പം ചേട്ടാ, അപ്പൊ ആദ്യമായിട്ട് കേരളത്തിൽ അങ്ങനത്തെ ഒരു അനുഭവം, ഇപ്പൊ അങ്ങനെ എല്ലാരും കുറെ പേര് വീട്ടില് ഫോണില്ല, മൈക്ക് വെച്ച് എന്ത് പറഞ്ഞാലും കേൾക്കും, അങ്ങനത്തെ ഒരു അനുഭവം മലയാളികളും കാണുന്ന ആ ഷോയിലൂടെ ആണല്ലോ. അപ്പൊ മലയാളി ന്യൂസ്. അപ്പൊ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട്? അല്ല അത് നല്ല രസമായിരുന്നു കേട്ടാ. ഫോണും ചെയ്യില്ല, ആരും വിളിക്കൂല, എന്തെങ്കിലും നടന്നോ, വീട്ടിലെന്ത് നടന്നോ, പുറത്തുനിന്ന് ഒന്നും അറിയില്ല. അവിടെ ഒരു 10-36 ദിവസം ഞാൻ ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് ഒരു ഫീലും ചെയ്തില്ല, ഒരു ഫീലും ചെയ്തില്ല. പിന്നെ ഒരു പ്രശ്നമില്ലായിരുന്നു. കാരണം പുറത്തെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അകത്ത് പ്രശ്നമുണ്ട്, അകത്തും പ്രശ്നമില്ല പുറത്തും പ്രശ്നമില്ല. ഫുഡ് നിങ്ങൾ ഉണ്ടാക്കണ്ടായിരുന്നോ? അല്ലേ അന്ന് ഓൾസോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ കറി, ഇത് ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു. ഷെഫിനെ ധ്യാനിച്ചിട്ടാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയത്. അപ്പൊ എനിക്ക് അവസാനം പേടി ഉണ്ടായിരുന്നു, പക്ഷെ നല്ല വളരെ സക്സസ്ഫുൾ ആയിട്ട് രുചികരമായിട്ട് എന്റെ ചിക്കൻ കറി വന്നു. തേങ്ങാപ്പാലിട്ട ചിക്കൻ കറി ആയിരുന്നു. പക്ഷെ അതൊരു കാര്യം ഉപ്പില്ലായിരുന്നു മാത്രം, ഇടാൻ മറന്നുപോയതാ. ഞാൻ എന്റെ ഷെഫിനെ വിളിച്ച് പറയണമെന്ന് ഓർത്താണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കുക്ക് ചെയ്തു. നമ്മള് നല്ല നല്ല ബോണ്ടകൾ ഉണ്ടാക്കുന്നു. പീനട്ട് ബട്ടറുമായിട്ട് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പീനട്ട് ബട്ടറുമായിട്ട് കഴിച്ച് നമ്മൾ 4 ഉണ്ടാക്കിയാ പോരാ, നമ്മള് അവരുടെ കൊതിയിട്ടില്ല, അവർക്ക് വേണ്ടി കൊടുത്തേക്കാം. അഡീഷണൽ എന്തെങ്കിലും ഉണ്ടാക്കാം, അത് കൊടുത്തേക്കാം. ഓക്കെ, അതിന്റെ മുകളിലേക്ക് ഇനി കുറച്ച് നെയ്യ് ഒഴിക്കുന്നു. അതിന്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഇങ്ങനെ തെറിപ്പിച്ചെടുക്കും. കുറച്ച് സ്റ്റൈൽ. എന്താ അവിടെ ഷെഫിന്റെ ഭാഷയിൽ എന്താ പറയാ? വെതറുന്നു എന്ന് പറയും. വെതറുന്നു, ചിതറുന്നു എന്നൊക്കെ പറയില്ലേ, അത് തന്നെ വെതറുന്നു. ഇതാണ്. അപ്പൊ നമ്മുടെ ബനാന ഫ്രിറ്റേഴ്സ് വിത്ത് പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിന് ടേസ്റ്റ് ചെയ്യാൻ പോകണം. ആദ്യം തന്നെ ചേട്ടന് താങ്ക് യു. ചേട്ടൻ കേക്ക് പോലെ, കപ്പ് കേക്ക് പോലെ അല്ല ചേട്ടൻ കഴിച്ചു. അത് ഷെഫ് ചേട്ടനായിട്ട് തന്ന പീസാണ്. ഞാൻ കഴിച്ചു കഴിഞ്ഞാല് താങ്ക് യു കഴിക്കട്ടെ. സൂപ്പർ സൂപ്പർ. പൊള്ളിക്കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഉള്ളത്തെ പീനട്ട് ബട്ടറും ആ മൊരിയും പഴവും എല്ലാം കൂടെ നെയ്യും എല്ലാം കൂടെ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര സ്വീറ്റ് അല്ല, പക്ഷെ അല്ലേ ഭയങ്കര സ്വീറ്റ് ഒന്നും അല്ല, ഒരു സോഫ്റ്റ് ആൻഡ് സ്വീറ്റ്. രണ്ടിന്റെയും കൂടെ നിൽക്കുന്ന നല്ലൊരു സ്നാക്ക്, അതിന്റെ ഒരു ടേസ്റ്റ് ആണ്. നല്ല ഒരു ചെറിയ ഒരു സ്പെഷ്യൽ ആണ്, പല്ല് ഷേപ്പിലുള്ളതാണ്. എന്ത് ഷേപ്പാണ് ഞാൻ കഴിക്കണം, എനിക്ക് തന്നോ. അത് സൂപ്പ്, അത് ഷേപ്പല്ലേ ഷെഫ്. എന്നോട് ഇച്ചിരി കലിപ്പിലാണ്, എന്താന്നറിയില്ല. വേണ്ട കുഴപ്പമില്ല, എനിക്ക് എന്നാലും ഒരു കോക്രോച്ചിന്റെ ഷേപ്പുള്ളത് പോട്ടെ. ഞാൻ കഴിക്കുന്നുണ്ടോ ചേട്ടന്റെ ഫ്രിറ്റേഴ്സ് വിത്ത് എങ്ങനെയുണ്ട് കണ്ടിട്ട്? കുക്കിംഗ് എങ്ങനെയുണ്ട്? ഇച്ചിരി പുകഞ്ഞു പോയെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലാതെ പുകച്ചതാണ് നമ്മൾ. അപ്പൊ ഇത് ബേൺഡ് ഫ്രിറ്റേഴ്സ് എന്ന് പറയാം. ബേൺഡ് ആണ്. ഈ സായിപ്പന്മാർ ഓരോന്ന് കണ്ടുപിടിക്കുമല്ലോ അല്ലേ. ബേൺഡ് അല്ലേ. നമ്മുടെ ഇന്നത്തെ ബനാന ഫ്രിറ്റേഴ്സ് വിത്ത് പീനട്ട് ബട്ടർ നമ്മുടെ ഡിഷ് ഫുൾ റെഡി ആയിട്ടുണ്ട്.
കഴിച്ചോണ്ടിരിക്കുകയാണ്, കഴിച്ചു കഴിഞ്ഞിട്ടില്ല. നമുക്ക് വീട്ടിലത് പ്രിപ്പയർ ചെയ്യാം. പീനട്ട് ബട്ടർ ഒക്കെ ഉള്ള ഇങ്ങനെ കഴിക്കാം. ആർക്കും വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പമാണല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ പഴംപൊരി ഉണ്ടാക്കിയിട്ട്, മനസ്സിലായില്ലേ, വീട്ടിലെ പഴംപൊരി ഇല്ല ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തടുത്ത് കൂട്ടിയോടെ വെച്ചാൽ ഓക്കെ. അതിന്റെ മേളിലേക്ക് ഈ പീനട്ട് ബട്ടർ, പിന്നെ ഈ തേങ്ങ, മുട്ട ഒന്നും വേണ്ട, വേണ്ട, വെറും പീനട്ട് ബട്ടർ. കുറച്ച് നെയ്യ് വേണം കിട്ടും. ആയിക്കോട്ടെ, ഇത്രയും പറഞ്ഞില്ലേ, ഒരു നോട്ടെ. ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? രണ്ട് സൈഡിലും ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് രണ്ടുപേരും ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നിന്ന് ഞാൻ തിങ്ങാതെ നിന്നത് എന്റെ ഭാഗ്യം. അല്ല, അത് മാത്രമല്ല, എന്നെ അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് എന്നെ ഇത് പഠിപ്പിച്ചു എന്നുള്ളതാണ്. എനിക്കത് വലിയ സന്തോഷമായി. ഓക്കെ, അപ്പൊ ഞാൻ എന്നാൽ ഇങ്ങോട്ടേക്ക് ഒന്ന് നിൽക്കുവാണ്. നമുക്ക് ചേട്ടന് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാം. ഓക്കെ ചേട്ടാ, പ്രകൃതിയുടെ തനിമയോടെ നിങ്ങളുടെ ഓരോ ദിവസവും ധന്യമാക്കാൻ നമ്മുടെ ജന്നാസിന്റെ സ്പെഷ്യൽ ടീ പൗഡർ ആണ് ഫസ്റ്റ് ഗിഫ്റ്റ്. യാതൊരുവിധ ദോഷവും സ്കിന്നിന് വരാത്ത ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം അല്ലൂർ എക്സിയറിന്റെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ്. സൗത്ത് ഇന്ത്യയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ LGO ബാത്ത്വെയർ ടാക്സ് ആൻഡ് ബാത്ത്വെയർസിന്റെ ഒരു ഗിഫ്റ്റാണ്. കേരളത്തിന്റെ തനത് രുചി മനസ്സിനെന്ന സംതൃപ്തി നമ്മുടെ സംതൃപ്തിയുടെ സ്നാക്സ് ബൈറ്റ് ആണ്. യെസ്, ഓക്കെ, അത് പയ്യോടെ മിക്സ്ചർ ആണ്. അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേരള നേച്ചേഴ്സ് പ്രീമിയം ബനാന ചിപ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. ഹോട്ട് പെറി പെറി, സ്വീറ്റ് ഹണി, അങ്ങനെ കുറെ ഫ്ലേവേഴ്സ് ഉള്ള ചിപ്സ്. അപ്പൊ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന നമ്മുടെ ഷെഫ്ലയുടെ കുക്ക് വെയർ ഉണ്ടായിരുന്നു, ട്രൈപ്ലൈ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെഫ്ലയുടെ ഒരു കുക്ക് വെയർ ഇതേപോലെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് തന്നെ ചെയ്യാം. വൈവിധ്യമായ രുചിക്കൂട്ടുമായിട്ട് നമ്മുടെ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ് ആണ് എന്നും എപ്പോഴും നമ്മുടെ കൊടുക്കുന്നത്. നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച നമ്മുടെ സൗപർണിക കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ തന്നെ ഒരു ഗിഫ്റ്റ് ആണ്. അപ്പൊ നെയ്യും എണ്ണയും വേർതിരിക്കാത്ത നമ്മുടെ ARNന്റെ ഫാം ലൈഫ് ഫ്രഷ് മിൽക്ക് ആണ്. തേങ്ങ ചിരണ്ടണ്ട, വറക്കണ്ട, വറുത്ത കറികൂട്ടുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൊതുവാൾ പയ്യന്നൂർ പെരുമ പൊതുവാൾ ഫുഡ്സിന്റെ ഒരു ഗിഫ്റ്റ് കൂടെ. നമ്മുടെ മേജർ പുട്ടുപൊടി, ഇത് ഒരു 3-4 മാസത്തേക്ക് വേണ്ടിയിട്ട് ചേട്ടന് വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കാനുള്ള ഒരു ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ടാണ് മേജർ പുട്ടുപൊടി. നല്ല ഇന്നത്തെ ബനാന ഫ്രിട്ടേഴ്സ് വിത്ത് പീനട്ട് ബട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ്, പക്ഷെ അത്രയും സ്വീറ്റ് അല്ല, നല്ലൊരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷ് ആയിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അവസാനമായിട്ട്? ഇൻട്രസ്റ്റിംഗ് ആണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ചെയ്തതൊക്കെ നമുക്ക് തന്നെ എക്സ്പീരിയൻസ്, ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയുള്ള നമുക്ക് ചെയ്ത് ആ കൂട്ടത്തിൽ ഓഡിയൻസിനും ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. അടുത്ത എപ്പിസോഡിൽ മലയാളം പാട്ടാണ് നമ്മുടെ വീണ്ടും കൊണ്ടുവരും. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കൂടുതൽ രുചിക്കൂട്ടുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു ആൻഡ് നാരായണ ചേട്ടൻ.